ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർട്ടിക്സ് വേൾഡ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡ്രൈ സ്റ്റിക്കാണ്. ഇതിന് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഈർക്കിലി, പച്ച ഈർക്കിലിയാണ് നല്ലത്. പിന്നെ ആണെങ്കിൽ അക്രിലിക് പെയിന്റ്, ഫെവിക്കോൾ, ടേപ്പ്, ഒന്നെങ്കിൽ ചെരാത് അല്ലെങ്കിൽ ക്യാൻഡില്, പിന്നെ കത്തിക്കാനായിട്ട് തീപ്പെട്ടി, ഒരു ലൈറ്റർ, പിന്നെ ഈ കമ്പ്. ആദ്യമേ നമ്മളാണെങ്കിൽ ഈർക്കിലി എടുക്കുമ്പോൾ 12 എണ്ണം വെച്ച് എടുക്കണം, അല്ലെങ്കിൽ ഇത് കുളമാവും. പിന്നെ ഗ്യാസ് വെച്ച് ഇത് ചെയ്യരുത്. ഗ്യാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് മൊത്തം കത്തിപ്പോവും. ഞാനൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതാണ്, അത് കത്തിപ്പോയി ഫുള്ള്. പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോൾ എടുക്കണം. ഒഴിക്കുക, തൂത്ത് കൊടുക്കുക. എല്ലാ ഈർക്കിലിയിലും എത്തണം, അല്ലെങ്കിൽ ഇത് ചിലപ്പം ഇത് ശരിക്കും വളയത്തില്ല. പിന്നെ ഇതെല്ലാം ഒരു ലെവലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന പോലെ ഏതാണോ അതെടുക്കുക. ഒരു എൻഡി വെച്ച് ഇത് ടേപ്പ് ചെയ്ത് ഇവിടെ ഒട്ടിച്ച് വെക്കുക. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം നല്ല കട്ടിക്ക് ഒട്ടിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഇത് ഊരിപ്പോകുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടിയും പിടിച്ച് ഫ്ലാറ്റ് ആയിട്ട് എടുക്കുക. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പം ചിലതൊക്കെ കറക്റ്റായിട്ട് തിരിയത്തില്ല. തിരിച്ചെടുക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഒരുപാട് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഇത് രണ്ടും ഞാൻ 2 സൈഡും നല്ല ടൈറ്റ്ലി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നല്ലതുപോലെ ബെൻഡ് ചെയ്ത് വേണം ഒട്ടിക്കുമ്പോൾ. ഇനി നമ്മൾ ക്യാൻഡിലോ ചെരാതോ കത്തിച്ചെടുക്കണം. എന്നിട്ട് ഒരു എൻഡി വളവ് വരുന്ന സ്ഥലമൊക്കെ ഇതിലോട്ട് പിടിക്കണം.
എടുത്തിട്ടുണ്ട്. ഇനി ടേപ്പ് പഴിക്കുക. ഫ്രണ്ട്സ്, ടേപ്പ് ഇങ്ങനെ അഴിച്ചെടുക്കുക. ഇത് നിങ്ങൾ ഇങ്ങനെ അഴിച്ചെടുക്കരുത്, ഇത് നേരെ താഴോട്ട് ഊരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ഓരോന്നായിട്ട് മാറ്റിയെടുക്കണം. എൻ്റെ ഇത് രണ്ടെണ്ണം കത്തിപ്പോയി. ഇനി ഇത് എല്ലാം ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് ബെൻഡ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ് ഇതിന് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഫ്രണ്ട്സ്, ബ്ലാക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് അടിച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഇതിന് കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൂവും വൈറ്റും കൊടുക്കാം, റെഡും ഗോൾഡും കൊടുക്കാം. ഇത്രയും കൂടിയും ഇത് ഞാനാണെങ്കിൽ ഇപ്പം സൈസ് കുറഞ്ഞ ബ്രഷാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൈസ് കൂടിയ ബ്രഷ് എടുക്കാം. അപ്പം ഇത് വേഗം ചെയ്ത് തീർക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലവും കൂടിയും പെയിന്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പമായിട്ട് നിങ്ങൾ കടയിൽ പോയി ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ഡ്രൈ സ്റ്റിക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോട്ടിലാട്ട് ചെയ്ത് ബോട്ടിൽസിൽ വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്ലവർ പോട്ട്സിലോ ഒക്കെ വയ്ക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.